ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചൂര ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. ഫിഷ് ഫ്രൈ. ഫിഷിൻ്റെ പേരാണ് ചൂര എന്ന്. അപ്പോൾ നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം. അതിന് നമുക്ക് കുറച്ച് മസാല റെഡിയാക്കാനുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി വേണം, കുറച്ച് കുരുമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് നല്ല പെരിഞ്ജീരകം, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഈ ഫിഷിനകത്ത് ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്, ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ ഇടുവാണേ, മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. കറിവേപ്പിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് മസാലകൾ ഇങ്ങനെ ചേർത്ത് മീൻ വറുക്കുന്നത്. നമുക്കിതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നേരത്തെ പറഞ്ഞില്ലേ, ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി കൂടി ഉപ്പിടുവാണ് കേട്ടോ. നമുക്കിത് മസാല ഇതിനകത്ത് പുരട്ടി കൊടുക്കാം. നമ്മൾ ഈ പാത്രത്തിലേക്ക് പെരക്കിയിട്ടിട്ട് മസാല പുരട്ടാം കേട്ടോ. ഈ മീൻ ഫിഷ് വറുക്കുമ്പോൾ നല്ല വാസനയായിരിക്കും. ഈ മസാല എല്ലാം കൂടി ചേർത്തുകൊണ്ട് വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും എല്ലാം ചേർക്കുന്നതുകൊണ്ട് നല്ല വാസനയായിരിക്കും. പുരട്ടി കൊടുക്കാം. പെട്ടെന്ന് തന്നെ വറുക്കാം. ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഉപ്പ് ഓൾറെഡി പുരട്ടി വെച്ചിരിക്കുന്നതല്ലേ. അപ്പം നമുക്ക് വേഗം വറുത്തെടുക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ കത്തിക്കാം. ചൂടായിക്കോട്ടെ ചട്ടി. ഇത്തിരി ഉപ്പ് പോരാന്ന് തോന്നുന്നു, ഉപ്പിട്ട് കൊടുക്കാം. ചട്ടി ചൂടായിക്കോട്ടെ കേട്ടോ. ഉപ്പ് കുറച്ച് പോരെന്ന് തോന്നുന്നു, അപ്പം ഉപ്പിട്ട് കൊടുക്കാം. ഫിഷിന് ഉപ്പ് വറുത്തത് പോരെങ്കിൽ, ഉപ്പിട്ടത് പോരെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം.
മുരിങ്ങോട്ട് കേട്ടോ. ഫിഷ് വറുക്കുമ്പോൾ വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് എല്ലാം കൂടി അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ മീൻ വറുക്കുന്നത് നല്ല മണവുമാണ്, നല്ല സ്മെല്ലായിരിക്കും. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയറൊന്ന് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. മറിച്ചിടുവാണേ. ഇനി ഏതാണ്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി കിടന്നോട്ടെ. വറുത്ത് റെഡി ആയിട്ടുണ്ട്. രണ്ട് മിനിറ്റും കൂടി മരിഞ്ഞോട്ടെ. എല്ലാവരും ഈ മസാല പുരട്ടിയിട്ട് മീൻ വറുത്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ചൂര മീനാണിത്. ചൂര എന്ന് പറഞ്ഞാൽ നെയ്മീൻ്റെ സൈസ് തന്നെ, അതിലും കുറച്ച് നീട്ടം കുറവാണ്. ഇതാണ് ചൂര മീൻ. ചിലവർക്ക് ചൂര എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അച്ചാറിടാൻ നല്ല മീനായത്. അപ്പോൾ ഫിഷ് ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഫിഷ് ഫ്രൈ റെഡിയാണ്. നമുക്ക് അടുത്ത വീഡിയോ വരേക്കും ബൈ.